ജിഷ്ണു പ്രണോയ് കേസിൽ പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറിയിൽ നിന്ന് ലഭിച്ച രക്തക്കറ DNA പരിശോധനയ്ക്ക് വിധേയമാക്കാനായില്ല. പരിശോധനയ്ക്ക് യോഗ്യമല്ലെന്നാണ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറി, ശൗചാലയം എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറയുടെ രക്തഗ്രൂപ്പ് ജിഷ്ണു പ്രണോയുടെ അതേ ഗ്രൂപ്പിലുള്ളതാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. തുടർന്നായിരുന്നു ജിഷ്ണു പ്രണോയുടെ മാതാപിതാക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം DNA പരിശോധനയ്ക്കായി കോടതി മുഖേന അയച്ചത്. രക്തം ജിഷ്ണുവിൻ്റേതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കലായിരുന്നു ലക്ഷ്യം. ഇതിൽ ഏറ്റവും നിർണായകമാവേണ്ടിയിരുന്ന ഇടിമുറിയിലെ രക്തക്കറ DNA പരിശോധനയ്ക്ക് വിധേയമാക്കാൻ യോഗ്യമല്ലെന്നാണ് ഫോറൻസിക് ലാബിന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജിഷ്ണു മരിക്കുന്നതിന് മുമ്പ് മർദ്ദനത്തിനിരയായെന്ന് തെളിയിക്കാമെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷയ്ക്കാണ് ഇതിലൂടെ തിരിച്ചടിയേറ്റത്. എന്നാൽ ഇടിമുറിയിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറയിലെ DNA വേർതിരിച്ചുവെന്നും അതുമായി യോജിപ്പുണ്ടോ എന്ന് പരിശോധിക്കാനാണെന്ന് പറഞ്ഞാണ് അന്വേഷണ സംഘം മാതാപിതാക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചതെന്നാണ് ജിഷ്ണുവിന്റെ ബന്ധുക്കളുടെ വാദം. അതിനാൽ DNA പരിശോധന സംബന്ധിച്ച പോലീസ് വാദത്തിൽ ദുരൂഹതയുണ്ടെന്നും ജിഷ്ണുവിന്റെ കുടുംബം വാദിക്കുന്നു. സുപ്രീം കോടതി ജിഷ്ണുവിന്റെ കേസ് അതീവ ഗൗരവമാണെന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ സുപ്രീം കോടതിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. KR സാജു, മീഡിയ 1 കോഴിക്കോട്.